പത്തരമായിട്ട് എൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്തൊന്ന് ഹൈപ്പ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മളെ മുത്തശ്ശനാണെങ്കിൽ നാഗേ തന്നെ ഒരുപാട് അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, "നിന്നെ ഞാനും വസുന്ധരയും എത്രമാത്രം ഞങ്ങളെ മോളെ ഭർത്താവെന്ന് പറഞ്ഞ് ഞങ്ങൾ എത്രയും മാത്രം നിന്നെ വിശ്വസിച്ചതാ. പക്ഷെ നീ അത് ഞങ്ങളെ തന്നെ നീ ചതിക്കാൻ നിനക്ക് എങ്ങനെ മനസ്സ് തോന്നി?" എന്നൊക്കെ പറഞ്ഞിട്ട് നാഗേന്ദ്രനെ നമ്മളെ മുത്തശ്ശനാണെങ്കിൽ അടിച്ചിട്ടാണെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകളുടെ മുമ്പിൽ നിന്ന് ഇറക്കിയൊക്കെ വിടുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, "നീ ഇന്ന് തന്നെ നീ എൻ്റെ വീട്ടിൽ നിന്നും നീ ഇറങ്ങണമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നാഗേന്ദ്രനെ അവിടുന്ന് നാണം കെടുത്തിയൊക്കെ നമ്മളെ മുത്തശ്ശൻ വിടുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മള് നാഗേന്ദ്രനാണെങ്കിൽ ഒരു സംശയവും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പം എങ്ങനാണ് ഇപ്പം ഈ ഒരു സ്വർണം ഞാൻ കാണിച്ചത് ജലജയെ മാത്രമല്ലേ ഉള്ളൂ. വേറെ ആരെയും ഞാൻ കാണിച്ചിട്ടില്ലല്ലോ. ഞാൻ അലമാരയിൽ കൊണ്ടുവച്ച സ്വർണ്ണമാണല്ലോ. പിന്നെ എന്താ ഇതിന് പറ്റിയെന്നൊക്കെ ആലോചിച്ചിട്ട് നമ്മളെ നാഗേന്ദ്രനാണെങ്കിൽ നല്ല സംശയങ്ങൾ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ നാഗേന്ദ്രനാണെങ്കിലും നമ്മളെ ജലജയ്ക്കൊക്കെ അക്കൗണ്ടുള്ള ബാങ്കിലൊക്കെ ഒന്ന് വിളിച്ച് തിരക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളെ ജലജ അവിടെ വന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അവിടുത്തെ മാനേജറിനെ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് അവിടുത്തെ മാനേജർ പറയുന്നുണ്ട്, അതെ സാറേ, മാഡം ഇവിടെ വന്നിരുന്നെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് എന്തിനാ വന്നേന്നൊക്കെ ചോദിക്കുമ്പം ആ ലോക്കറ് തുറക്കാൻ വേണ്ടിയാ വന്നേന്നൊക്കെ പറയുന്നുണ്ട്. ഇതുകൂടെ കേൾക്കുന്ന സമയത്താണെങ്കില് നമ്മളെ നാഗേന്ദ്രന് ഉറപ്പ് വരുന്നുണ്ട് കേട്ടോ. നമ്മളെ ജലജ തന്നെയാണ് സ്വർണം മാറ്റി നമ്മളെ നാഗേന്ദ്രനെ ചതിച്ചെന്നുള്ള കാര്യമൊക്കെ ഉറപ്പ് വന്നിട്ടാണെങ്കിൽ നമ്മളെ നാഗേന്ദ്രനാണെങ്കില് ദേഷ്യം പിടിച്ചിട്ടാണെങ്കിൽ നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ജലജയുടെ ചോദിക്കുന്നുണ്ട്, "ഞാൻ അലമാരയിൽ കൊണ്ടുവച്ച സ്വർണ്ണം നീയാണോ എടുത്ത് മാറ്റിയെന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കില് ജലജയാണെങ്കിൽ ആദ്യം ഒന്നും അറിയാത്ത കണക്കൊക്കെ ഏത് സ്വർണം നാഗേട്ടയാന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, ഇവിടെ അമ്മാവൻ എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ആ ഒരു ജർമ്മൻ ഗോൾഡ് സ്വർണ്ണം ഉണ്ടായിരുന്നല്ലോ. ആ ഒരു സ്വർണ്ണം നീയാണോ എടുത്ത് മാറ്റിയെന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളെ ജലജയുടെ ചെവി കുറ്റി നോക്കി ഒരെണ്ണമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ ജലജ പറയുന്നുണ്ട്, അതെ, ഞാൻ തന്നെ എടുത്ത് മാറ്റിയത്. എന്തായാലും പെണ്ണുങ്ങളില്ലേ, പെണ്ണുങ്ങൾക്ക് സ്വർണ്ണം കാണുമ്പോൾ ആണെങ്കിൽ ഒരു ആഗ്രഹം തോന്നുമല്ലോ ഇട്ട് നടക്കാനൊക്കെ. പിന്നെ അതും ജർമ്മൻ ഗോൾഡും കൂടെ ആകുമ്പം അതിന്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് ഇടണം, എനിക്കത് വേണമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാനത് എടുത്തതെന്നൊക്കെ നമ്മളെ ജലജയാണെങ്കിൽ നാഗേന്ദ്രൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നാഗേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, "ശരി, നീ ഈ സ്വർണ്ണം എങ്ങനെയാണ് നീ ഇത് ഉണ്ടാക്കിയെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അത് നമ്മളെ ജ്വല്ലറിയിലെ പണിക്കാരനുണ്ടല്ലോ, തട്ടാൻ പണിക്കാരനുണ്ടല്ലോ, അവരെ കൊണ്ടാ ഞാൻ ചെയ്യിപ്പിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ മാറ്റ് കുറഞ്ഞുള്ള സ്വർണ്ണവും അത് കണക്ക് തന്നെ കുറഞ്ഞ കല്ലും ഒക്കെ വെച്ചിട്ടാണ് ഞാനത് ചെയ്യിപ്പിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ നാഗേന്ദ്രൻ ആകെ പെട്ടിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയിൽ നാഗേന്ദ്രൻ ഈ പെട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, ഇവിടെ ആണെങ്കിൽ മൂർത്തി അങ്കിളിനാണെങ്കിൽ എല്ലാ സ്വന്തം മക്കളെയും കാട്ടി അങ്കിളിനാണെങ്കിൽ എന്നെ അത്രയ്ക്കും വിശ്വാസവും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ അടുത്തൊരു എംഡി സ്ഥാനത്ത് മൂർത്തി അങ്കിളാണെങ്കിൽ എന്നെ ഇരുത്താൻ വേണ്ടിയൊക്കെ മൂർത്തി അങ്കിൾ ആഗ്രഹിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അത് നീയായിട്ട് എന്തായാലും ഇല്ലാതാക്കി തന്നല്ലോ എന്നൊക്കെ നമ്മളെ നാഗേന്ദ്രനാണെങ്കിൽ ജലജയടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പം ജലജയടുത്ത് പറയുന്നുണ്ട്, "അപ്പം നീ ഒരു കാര്യം ചെയ്യ്, നീ തന്നെ ഇത് മൂർത്തി അങ്കിളിൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങൾ പറയാൻ പറയുന്നുണ്ട് കേട്ടോ." ആ സമയത്ത് നമ്മളെ ജലജ പറയുന്നുണ്ട്, "നാഗേട്ടാ, എന്നെ ആണെങ്കിൽ ഞാൻ സത്യം അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ എന്നെ ഇവിടുന്ന് അടിച്ചിറക്കും. അതുകൊണ്ട് ഞാനത് അച്ഛൻ്റെ അടുത്ത് പറയത്തില്ല" എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ജലജ പറയുന്നുണ്ട്. "അപ്പോൾ ഒരു കാര്യം ചെയ്യ്, നാഗേട്ടനാണെങ്കിൽ അച്ഛൻ്റെ അടുത്ത് ഒന്ന് പറയൂ. അപ്പം നാഗേട്ടൻ എനിക്ക് വേണ്ടി അത് മാറ്റി വെച്ചതാണെന്നൊക്കെ പറയൂ" എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നാഗേന്ദ്രൻ പറയുന്നുണ്ട്, "അപ്പോൾ വീണ്ടും നീ എന്നെ തന്നെ പെടുത്താൻ വേണ്ടിയാണോ നീ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സമയത്ത് നമ്മളെ ജലജയാണെങ്കിൽ വീണ്ടും നാഗേന്ദ്രൻ്റെ അടുത്ത് ഒരു അടവൊക്കെ പ്രയോഗിക്കുന്നുണ്ട്. നാഗേട്ടൻ ഇത് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞില്ലെങ്കിൽ ഞാനും മക്കളും കൂടെ ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് നമ്മളെ നാഗേന്ദ്രനെ ആണെങ്കിലും ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നാഗേന്ദ്രൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇപ്പം നാഗേട്ടനാണെങ്കിൽ ഞാനും മക്കളുമാണോ വലുത്, അതോ നാഗേട്ടനാണെങ്കിൽ ആ സ്ഥാനമാണോ വലുതെന്നൊക്കെ ചോദിച്ചിട്ടാണെങ്കിലും നമ്മളെ ജലജയാണെങ്കിലും നാഗേന്ദ്രനെ ആ ഒരു ജലജയുടെ വഴിക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ നാഗേന്ദ്രനാണെങ്കിൽ നേരെ മുത്തശ്ശൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, "നീ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നേന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ആ ഒരു സ്വർണ്ണത്തിൻ്റെ കാര്യങ്ങൾ ഫുൾ എനിക്ക് അറിയണം. എങ്ങനെ ആ സ്വർണ്ണം മാറി എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ഫുൾ എനിക്ക് അറിഞ്ഞേ പറ്റത്തുള്ളൂ" എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശനാണെങ്കിൽ നാഗേന്ദ്രൻ്റെ അടുത്ത് ചൂടാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, "എനിക്കറിയാം, സ്വർണ്ണം എങ്ങനെ മാറി എന്നൊക്കെ എനിക്കറിയാം" എന്നൊക്കെ പറയുന്ന സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, "അത് തന്നെയല്ലേ ഞാൻ നിൻ്റെ അടുത്ത് ചോദിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്." അപ്പം നമ്മളെ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, "അത് അച്ഛാ, ഞാനാണെങ്കിൽ ആ ഒരു സ്വർണ്ണം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഞാൻ പക്ഷേ അങ്ങനെ സ്വർണ്ണത്തിനോടൊന്നും ഞാൻ ആർത്തി കാണിക്കുന്ന ഒരാളല്ലെന്ന് അച്ഛനറിയാലോ. പക്ഷേ അതെനിക്ക് കണ്ടപ്പോഴത്തേക്കാണെങ്കിൽ എനിക്ക് ജലജയ്ക്ക് അത് സമ്മാനമായിട്ട് കൊടുക്കണമെന്നൊക്കെ തോന്നിയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഞാനത് മാറ്റിയിട്ട് അവിടെ ഡ്യൂപ്ലിക്കേറ്റ് സ്വർണ്ണം പണിയിച്ച് വെച്ചതെന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മളെ മുത്തശ്ശൻ പറയുന്നുണ്ട്, "നിനക്കാണെങ്കിൽ എക്സിബിഷന് കൊടുക്കാൻ വെച്ചിരുന്ന സ്വർണ്ണം തന്നെ നിനക്ക് അവൾക്ക് സമ്മാനമായിട്ട് കൊടുക്കണമെന്നൊക്കെ ചോദിച്ചിട്ടാണെങ്കിൽ നമ്മളെ നാഗേന്ദ്രനെ നല്ല അടിക്കുകയൊക്കെ
പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. പറയുന്നുണ്ട് "ഇനി മേലെ നിന്നെ ഈ വീട്ടിലോ എൻ്റെ സ്ഥാപനങ്ങളിലോ ഒന്നും നിന്നെ കണ്ടുപോരുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ നാഗേന്ദ്രനാണെങ്കിലും നേരിട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് "ജലജ എന്തായാലും നമുക്ക് ഇവിടുന്ന് പോയേ പറ്റത്തുള്ളൂ. അച്ഛനാണെങ്കിൽ എന്നെ ഇവിടെയോ അതുപോലെ ഒരു സ്ഥാപനങ്ങളിലോ എന്നെ കയറി പോരെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് പോയേ പറ്റത്തുള്ളൂ" എന്ന് പറയുന്ന സമയത്താണെങ്കിൽ ജലജ പറയുന്നുണ്ട് "അതിന് നാഗേട്ടൻ ചെയ്ത തെറ്റിന് നാഗേട്ടൻ പോണം. എന്നെ എന്തിനാ വിളിക്കുന്നത്? ഞാനും മക്കളും എന്തായാലും വരത്തില്ല" എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മളെ നാഗേന്ദ്രൻ പറയുന്നുണ്ട് "ഞാൻ എന്തെങ്കിലും ജോലി ചെയ്തിട്ടാണെങ്കിലും നിന്നെ മക്കളെ ഞാൻ നല്ലതുപോലെ നോക്കിക്കോളാം" എന്നൊക്കെ പറയുന്ന സമയത്ത് ജലജ പറയുന്നുണ്ട് "എന്നെക്കൊണ്ടൊന്നും വരാൻ പറ്റത്തില്ല. ഈ മക്കളെയും കൊണ്ടിട്ട് വന്ന് എനിക്ക് കഷ്ടപ്പെടാനോ വയ്ക്കാനോ ഒന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല" എന്നൊക്കെ നമ്മള് നാഗേന്ദ്രൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നാഗേന്ദ്രൻ പറയുന്നുണ്ട് "എന്താ നീ പറഞ്ഞത്? ഞാൻ ചെയ്ത തെറ്റോ? നീ ചെയ്ത തെറ്റിനല്ലേ ഞാനത് അച്ഛൻ്റെ അടുത്ത് ഞാൻ ശരിയാന്നും പറഞ്ഞ് ഏറ്റു പറഞ്ഞത്. പിന്നെ നീ എന്നെ ചതിക്കുകയാണോ ചെയ്യുന്നതെന്നൊക്കെ നമ്മളെ നാഗേന്ദ്രൻ ചോദിക്കുന്നുണ്ട്. സമയത്ത് ജലജ പറയുന്നുണ്ട് "എന്തായാലും ഒരു കാര്യം ചെയ്യ്. ഇപ്പം നാഗേട്ടനും എനിക്ക് മാത്രമല്ലേ അറിയത്തുള്ളൂ ഞാനാണ് ആ ചെയിൻ മാറ്റിയെന്നുള്ള കാര്യം. ഇവിടെ എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത് നാഗേട്ടനാണ് ആ ചെയിൻ എടുത്തതെന്നല്ലേ എല്ലാവരും വിശ്വസിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി ഒരു കാര്യം ചെയ്യ്. നാഗേട്ടൻ ഇവിടെ എന്തായാലും ഇറങ്ങിക്കോ. ഞാനെന്തായാലും കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ ഇവിടുന്ന് എന്തായാലും വരത്തില്ല" എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പം ഇവിടെ ആർക്കും അറിയത്തില്ല ഞാനാണ് ആ ചെയിൻ എടുത്ത് മാറ്റിയെന്നുള്ള കാര്യം ആർക്കും അറിയത്തില്ല. അതെന്തായാലും ഇപ്പോൾ ഇവിടെ എല്ലാവരും വിശ്വസിച്ചിരിക്കുന്ന നാഗേട്ടൻ എടുത്തെന്നല്ലേ എല്ലാവരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഞാനാണെങ്കിൽ എന്തായാലും ഇപ്പോൾ നാഗേട്ടൻ്റെ കൂടെ വരാനും ഞാൻ പോകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇത് കേൾക്കുന്ന സമയത്ത് നമ്മളെ നാഗേന്ദ്രനാണെങ്കിൽ ഭയങ്കര സങ്കടമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അപ്പം ഇവർക്ക് വേണ്ടിയാണല്ലോ ഞാനാണെങ്കിൽ ചെയ്യാത്ത കുറ്റം ഇപ്പം ഏറ്റു പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മളെ നാഗേന്ദ്രനാണെങ്കിൽ. അങ്ങനെ നമ്മളെ നാഗേന്ദ്രനാണെങ്കിൽ മനസ്സിലായി എന്തായാലും ജലജയാണെങ്കിൽ നാഗേന്ദ്രനായിട്ട് 8ന്റെ പണി കൊടുത്തതാണെന്നുള്ള കാര്യം നമ്മളെ നാഗേന്ദ്രന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ നാഗേന്ദ്രൻ അവിടുന്നാണെങ്കിൽ ആരോടും ഒന്നും പറയാതെയൊക്കെ അവിടുന്ന് നാഗേന്ദ്രൻ അനന്തപുരി തറവാട്ടിൽ നിന്ന് നമ്മളെ മൂർത്തീസ് ജ്വല്ലറിയിൽ നിന്ന് എല്ലാം ഇറങ്ങിയൊക്കെ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് നമ്മളെ നാഗേന്ദ്രന് ജലജയെടുത്തൊക്കെ ഒരു വാശിയും ദേഷ്യവും ഒക്കെ തോന്നാനുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ്. അപ്പം ജലജ ചെയ്ത ആ ഒരു തെറ്റാണ് നമ്മളെ നാഗേന്ദ്രൻ ഏറ്റു പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങി പോയിരിക്കുന്നത് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് വീഡിയോസായിട്ട് വരുന്നത്.